വെൽക്കം ടു PSC ബിഗിനേഴ്സ് ഹെൽപ്പ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ LCM ലസാഗുയെക്കുറിച്ച് പഠിച്ചു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഉസാഗ HCFനെ കുറിച്ചാണ്. പലർക്കും LCMനേക്കാളും കൺഫ്യൂഷൻ ഉള്ളതാണ് HCF. അതുകൊണ്ട് നമുക്ക് ഇന്ന് ആ കൺഫ്യൂഷൻ അങ്ങ് മാറ്റിയെടുത്തേക്കാം. ഓക്കെ, എന്താണ് HCF? രണ്ടോ അതിലധികമോ നമ്പേഴ്സിൻ്റെ കോമൺ ഫാക്ടേഴ്സിൽ പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുത് ഏതാണോ ആ വലുതിനെയാണ് ഉസാഗ അല്ലെങ്കിൽ HCF എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ സംഖ്യകളുടെ പൊതുഘടകങ്ങളിൽ കോമൺ ഫാക്ടേഴ്സിൽ ഏറ്റവും വലുതിനെയാണ് HCF എന്ന് പറയുന്നത്. ഉത്തമ സാധാരണ ഘടകം എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് ഉസാഗ. നമുക്കിത് എഴുതുമ്പോൾ നന്നായിട്ട് മനസ്സിലാകും. നമുക്കൊരു എക്സാമ്പിളിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ: 9, 12, 15ൻ്റെ HCF കാണുക. 9, 12, 15ൻ്റെ ഉസാഗ കാണുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ നമ്പേഴ്സിൻ്റെയും ഫാക്ടേഴ്സ് എടുത്ത് എഴുതണം. ഓക്കെ, അതായത് 9ൻ്റെ ഫാക്ടേഴ്സ് എഴുതണം, എന്നിട്ട് 12ൻ്റെ ഫാക്ടേഴ്സ് എഴുതണം, എന്നിട്ട് 15ൻ്റെ ഘടകങ്ങൾ അതായത് ഫാക്ടേഴ്സ് എഴുതണം. നമുക്ക് നോക്കാം. ആദ്യം 9ൽ നിന്ന് തന്നെ തുടങ്ങും. എന്താണ് ഫാക്ടേഴ്സ്, എന്താണ് ഘടകങ്ങൾ എന്ന് ചിലർക്കെങ്കിലും മനസ്സിലാകാത്തതായി ഉണ്ടാകും. അത് നമ്മൾ ഇപ്പോൾ മാറ്റാം. ഓക്കെ, 9ൻ്റെ ഘടകങ്ങൾ. ഓക്കെ, ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് 9. അതായത് ഈ 9 കിട്ടാൻ ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 9 കിട്ടുന്നത്, ആ നമ്പേഴ്സൊക്കെയാണ് ഈ 9ൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 9ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതായത് 1 × 9 9 അല്ലേ, അപ്പോൾ 1 എഴുതാം, 9 എഴുതാം. പിന്നെ ഏത് നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 9 കിട്ടുക? 3 × 3 9 ആണല്ലോ. അപ്പോൾ 2 3 എഴുതേണ്ട ആവശ്യമില്ല, ഒരു 3 എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ വേറെ നമ്പേഴ്സൊന്നുമില്ല. ഇനി അടുത്തത് 12ൻ്റെ നോക്കാം. 12ൻ്റെ ഘടകങ്ങൾ അതായത് ഫാക്ടേഴ്സ് ഓഫ് 12. 1 × 12 12 ആണ്. പിന്നെ 3 × 4 12 ആണ്. പിന്നെ 2 × 6 കൂടി വരുന്നുണ്ട്, 2 വരും, 6 വരും. അടുത്തത് 15. 15ൻ്റെ ഘടകങ്ങൾ. 15 കിട്ടാൻ ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം? 1 × 15 15 ആണ്. 3 × 5 15 ആണ് അല്ലേ, വേറെ നമ്പേഴ്സൊന്നുമില്ല. അങ്ങനെ നമ്മൾ 9ൻ്റെയും 12ൻ്റെയും 15ൻ്റെയും ഘടകങ്ങൾ ഫാക്ടേഴ്സ് കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്നും കോമൺ ഫാക്ടേഴ്സ് കണ്ടെത്തണം. കോമൺ ഫാക്ടേഴ്സ് കണ്ടെത്തി അതിലേതാണോ വലുത്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്, അതാണ് നമ്മുടെ ഉസാഗ HCF. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയത് ഫാക്ടേഴ്സ് മാത്രമാണ്. ഇതിൽ നിന്ന് നമ്മൾ കോമൺ ഫാക്ടേഴ്സ് കണ്ടെത്താൻ പോവാണ്. ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. അപ്പോൾ കോമൺ ഫാക്ടർ 1 കിട്ടി. പിന്നെ ഏതാണ് കോമൺ ഫാക്ടർ? 9 ഇല്ല. അടുത്തത് 3 ഉണ്ട് അല്ലേ, 3 ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ബാക്കി നമ്പേഴ്സൊന്നുമില്ല. അങ്ങനെ നമ്മൾ കോമൺ ഫാക്ടേഴ്സ് കണ്ടെത്തി 1 and 3. അത് നമുക്ക് എഴുതാം. അങ്ങനെ നമ്മൾ കോമൺ ഫാക്ടേഴ്സ് പൊതു ഘടകങ്ങൾ കണ്ടെത്തി. കോമൺ ഫാക്ടേഴ്സ് 1 and 3. ഞാൻ ഈ ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലർ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ഇത് പഠിച്ചിട്ടുണ്ടാവുക, മറ്റു ചിലരാണെങ്കിൽ മലയാളത്തിൽ മാത്രമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ രണ്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ കോമൺ ഫാക്ടേഴ്സ് കണ്ടെത്തി 1ഉം 3ഉം ആണ്. പൊതുഘടകങ്ങൾ കണ്ടെത്തി 1ഉം 3ഉം അല്ലേ. ഇനി ഇതിലേതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ? HCF ആണ് ഉസാഗ അല്ലേ. HCFൻ്റെ ഫുൾ ഫോം ആണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇതിലേതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ? 3 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3 ആണ്. ഇനി വേറൊരു ഈസി മെത്തേഡ് ഉണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം.
നമ്മളിപ്പോൾ ഒരു മെത്തേഡ് കണ്ടു, വേറൊരു മെത്തേഡ് കൂടി ഉണ്ട് HCF കാണാൻ. എനിക്ക് തോന്നുന്നു അതായിരിക്കും കൂടുതൽ ഈസി. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ക്വസ്റ്റ്യൻ ഇതാണ്: 9, 12, 15 HCF ഉസാഗ കാണുക. നമ്മൾ 9, 12, 15 എന്ന് എഴുതുന്നു. എന്നിട്ട് ഈ 3 സംഖ്യകളെയും ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ഓർത്ത് നോക്കാം, അല്ലെങ്കിൽ ചിന്തിച്ച് നോക്കാം. ഏത് സംഖ്യയാണ്? 3 ആണ് അല്ലേ? ഈ 9ലും 12ലും 15ലും 3 പോകും, അതുകൊണ്ട് 3 എഴുതാം. അപ്പോൾ 3 × 3 9. അടുത്തത് 4, ഇവിടെ 5. നമ്മൾ LCM കാണുന്ന കേസിൽ ഇങ്ങനെ എഴുതി. അടുത്തത് എന്താ? ഈ 3ൽ ഏതെങ്കിലും പോകുന്നുണ്ടോ നോക്കി, അല്ലെങ്കിൽ 2 എണ്ണത്തിൽ 1 ഒഴിച്ച് ബാക്കി 2 എണ്ണത്തിൽ പോകുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ എന്ന് നോക്കി. പക്ഷേ ഈ HCFൻ്റെ കേസിൽ ഈ 3 സംഖ്യകളെയും ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ബാക്കി നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ 3, 4, 5 ബാക്കി. ഈ 3, 4, 5 ഈ 3 സംഖ്യകളെയും കൊണ്ട് ഒരു സംഖ്യയും ഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് നിർത്തേണ്ടി വരും. പിന്നെ HCF എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ എന്താണോ അത് മാത്രമാണ് HCF. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് ആകെ ഒരു 3 മാത്രമാണ്. അതുകൊണ്ട് ഇതിൻ്റെ HCF എന്ന് പറയുന്നത് 3 മാത്രമാണ്, 3 ആണ്. മനസ്സിലായോ? നമ്മൾ LCMൻ്റെ കേസിലാണെങ്കിൽ ഈ 3, 4, 5 ബാക്കിയും നമുക്ക് ചെയ്യാം. പക്ഷേ HCFൻ്റെ കേസിലാണെങ്കിൽ ഈ 3, 4, 5 ഈ സംഖ്യകളെയും ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയണമെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി എഴുതാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു സംഖ്യ ഇല്ല, അതുകൊണ്ട് നമ്മൾ നിർത്തേണ്ടി വരും. അങ്ങനെ HCF കിട്ടി. ലെഫ്റ്റ് സൈഡിലുള്ളത് മാത്രമാണ് HCF. ഇവിടെ 3 ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അങ്ങനെ HCF കണ്ടെത്തി. 3 ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 12, 15, 18 HCF കാണുക. 12, 15, 18 HCF കാണുക. നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ കാണാം. ആദ്യം നമ്മൾ 12, 15, 18 എന്ന് എഴുതാം. ഓക്കെ. ഈ 3 സംഖ്യകളെയും ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഏത് സംഖ്യ കൊണ്ടാണ് ഹരിക്കാൻ കഴിയുക? 3 കൊണ്ട് അല്ലേ? 12 divided by 3 4 വരും. 15 divided by 3 5 വരും. 18 divided by 3 6 വരും. ഇനി 4, 5, 6 ഈ 3 സംഖ്യകളെയും ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. 4, 5, 6 ആണ്. അങ്ങനെ ഒരു സംഖ്യ ഇല്ല അല്ലേ? നമ്മൾ LCMൻ്റെ കേസിൽ എന്താണ് ചെയ്തത്? 4, 6, 2 കൊണ്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ 2 എടുത്ത് എഴുതി ബാക്കി ചെയ്യും അല്ലേ? 5നെ അങ്ങനെ തന്നെ വെക്കും. പക്ഷേ HCFൻ്റെ കേസിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. 3 സംഖ്യകളെയും ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയണം. അതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഏതൊക്കെ നമ്പേഴ്സാണ്? കുറേ നമ്പേഴ്സൊന്നുമില്ല, ആകെ ഒരു നമ്പറേ ഉള്ളൂ ലെഫ്റ്റ് സൈഡിൽ, 3 ആണത്. അതുകൊണ്ട് ഇവിടെ HCF കിട്ടി. HCF 3 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 24, 48, 36, 12 ഇവയുടെ ഉസാഗ കാണുക. ഇവയുടെ HCF കാണുക. ഈ 24, 48, 36, 12 കണ്ടാൽ തന്നെ അറിയാം എല്ലാം ഈവൻ നമ്പേഴ്സാണ്, ഇരട്ട സംഖ്യകളാണ്. അതുകൊണ്ട് ഈ സംഖ്യകളെല്ലാം 2 കൊണ്ട് ഹരിക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: 24, 48, 36, 12. 2 കൊണ്ട് പോകും അല്ലേ? ഇവിടെ 12 വരും, ഇവിടെ 24 വരും, ഇവിടെ 18 വരും, ഇവിടെ 6 വരും. ഇനിയും 2 കൊണ്ട് പോകും. ഇവിടെ എന്ത് വരും? 6 വരും. ഇവിടെ 12 വരും, ഇവിടെ 9 വരും, ഇവിടെ 3 വരും അല്ലേ? 3 കൊണ്ട് ചെയ്യാം. ഇവിടെ 2 വരും, ഇവിടെ എന്ത് വരും? 4 വരും, ഇവിടെ 3 വരും, 1 വരും. ഓക്കെ. ഇവിടെയും കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. കാരണം 2, 4, 3, 1 ഈ 4 സംഖ്യകളെയും ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയില്ല.
കോമൺ ആയിരിക്കണം ആ സംഖ്യ. അങ്ങനെ ഒരു സംഖ്യ ഇല്ല, അതുകൊണ്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ നോക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സ് 2, 2, 3 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ HCF എന്ന് പറയുന്നത് 2 × 2 × 3 ആയിരിക്കും. 2 × 2 4, 4 × 3 12. അങ്ങനെ HCF കണ്ടെത്തി. ഇതിൻ്റെ HCF 12 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11, 2, 3, 7 ഇവയുടെ HCF കാണുക. 11, 2, 3, 7 ഇവയുടെ ഉസാഗ കാണുക. ഈ നമ്പേഴ്സ് എല്ലാം പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നമ്പേഴ്സ് എല്ലാം പ്രൈം നമ്പേഴ്സാണ്, അഭാജ്യ സംഖ്യകളാണ്. അതുകൊണ്ട് എല്ലാ നമ്പേഴ്സും അഭാജ്യ സംഖ്യകളാണെങ്കിൽ, എല്ലാ നമ്പേഴ്സും പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ HCF 1 ആയിരിക്കും. HCF എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ HCF 1 ആണ്. ഓക്കെ, കാരണം എല്ലാ നമ്പേഴ്സും ഇവിടെ പ്രൈം നമ്പേഴ്സാണ്. 11 ആയാലും 2 ആയാലും 3 ആയാലും 7 ആയാലും പ്രൈം നമ്പേഴ്സാണ്. അതുകൊണ്ട് ഇതിൻ്റെ HCF എന്ന് പറയുന്നത് 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 സംഖ്യകളുടെ ലസാഗു 35ഉം ഉസാഗ 7ഉം ആയാൽ സംഖ്യകളുടെ ഗുണനഫലം എത്ര? 2 സംഖ്യകളുടെ ലസാഗു 35ഉം ഉസാഗ 7ഉം ആയാൽ സംഖ്യകളുടെ ഗുണനഫലം എത്ര? ഇതിൻ്റെ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ പഠിക്കേണ്ടതുണ്ട്. ആ ഇക്വേഷൻ ഇതാണ്. 2 സംഖ്യകളുടെ ഗുണനഫലം, 2 സംഖ്യകളുടെ ഗുണനഫലം ഈക്വൽസ് LCM × HCF. 2 സംഖ്യകളുടെ ഗുണനഫലം ഈക്വൽസ് LCM × HCF. അതായത് 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ലസാഗുവിൻ്റെയും ഉസാഗയുടെയും ഗുണനമാണ്. മനസ്സിലായോ? 2 സംഖ്യകളുടെ ഗുണനഫലം ഈക്വൽസ് ലസാഗു × ഉസാഗ. ഇവിടെ ക്വസ്റ്റ്യനിൽ ലസാഗു തന്നിട്ടുണ്ട്, ഉസാഗയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 സംഖ്യകളുടെയും ഗുണനഫലം എന്ന് പറയുന്നത് ഇവിടെ 35 × 7 ആയിരിക്കും. അതായത് 245. അങ്ങനെ ആൻസർ കിട്ടി. 2 സംഖ്യകളുടെ ഗുണനഫലം 245 ആയിരിക്കും. 2 സംഖ്യകളുടെ ഗുണനഫലം എങ്ങനെയാണ് കിട്ടിയത്? ലസാഗുവിനെയും ഉസാഗയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? അവയുടെ 2 സംഖ്യകളുടെ ഗുണനഫലം കിട്ടും. അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. 2 സംഖ്യകളുടെ ഗുണനഫലം ഈക്വൽസ് LCM × HCF. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 സംഖ്യകളുടെ ലസാഗു 75 ആണ്. സംഖ്യകളുടെ ഗുണനഫലം 375 ആയാൽ ഉസാഗ കണക്കാക്കുക. 2 സംഖ്യകളുടെ ലസാഗു 75 ആണ്. സംഖ്യകളുടെ ഗുണനഫലം 375 ആയാൽ ഉസാഗ കണക്കാക്കുക. ഇതിൻ്റെ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ച ഇക്വേഷൻ ഓർത്ത് വയ്ക്കണം. എന്താണ് ആ ഇക്വേഷൻ? 2 സംഖ്യകളുടെ ഗുണനഫലം ഈക്വൽസ് LCM × HCF അല്ലേ. ഇവിടെ തന്നത് എന്താണ്? ഗുണനഫലം തന്നിട്ടുണ്ട്, 375 തന്നിട്ടുണ്ട് അല്ലേ. ഈക്വൽസ് LCM തന്നിട്ടുണ്ടോ? ഉണ്ട്, 75. 75 × HCF തന്നിട്ടില്ല, അതാണ് കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പോൾ 375 ഇപ്പുറത്ത് എഴുതി, ഗുണനഫലമാണ് 375, LCM 75 എഴുതി, HCF തന്നിട്ടില്ല, അതാണ് കണക്കാക്കേണ്ടത്. അതുകൊണ്ട് അവിടെ നമ്മൾ HCF എന്ന് തന്നെ എഴുതി. 375 = 75 × HCF. സോ HCF എന്ന് പറയുന്നത് എന്താണ്? 375 ÷ 75 അല്ലേ. ഇത് ചെയ്താൽ നമുക്ക് 5 കിട്ടും. അങ്ങനെ ഉസാഗ കണക്കാക്കി. എന്താണ് ആൻസർ? 5 ആണ് ഇതിൻ്റെ ഉസാഗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 24 മീറ്റർ, 28 മീറ്റർ, 36 മീറ്റർ എന്നീ നീളമുള്ള തടികൾ തുല്യ നീളമുള്ള തടിക്കഷ്ണങ്ങളായി മുറിക്കണം. സാധ്യമായ ഏറ്റവും കൂടിയ നീളം എത്ര?
24 മീറ്റർ, 28 മീറ്റർ, 36 മീറ്റർ എന്നീ നീളമുള്ള തടികൾ തുല്യ നീളമുള്ള തടിക്കഷ്ണങ്ങളായി മുറിക്കണം. സാധ്യമായ ഏറ്റവും കൂടിയ നീളം എത്ര? സാധ്യമായ ഏറ്റവും കൂടിയ നീളം എന്ന് ഉദ്ദേശിക്കുന്നത് HCF ആണ്. അതുകൊണ്ട് നമുക്ക് കാണേണ്ടത് HCF ആണ്. നമുക്ക് HCF കാണാം. 24, 28, 36 എഴുതാം. ഓക്കെ, 2ൽ പോവും. 12 ഇവിടെ എന്ത് വരും? 14 വരും. 36 ഡിവൈഡഡ് ബൈ 2 18 വരും. ഇനിയും 2 കൊണ്ട് ചെയ്യാം. 12 ഡിവൈഡഡ് ബൈ 2 6, 14 ഡിവൈഡഡ് ബൈ 2 7, 18 ഡിവൈഡഡ് ബൈ 2 9. ഇവിടെ വെച്ച് നമ്മൾ നിർത്തേണ്ടി വരും. കാരണം 6, 7, 9 ഈ 3 സംഖ്യകളെയും കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന വേറെ ഒരു സംഖ്യയും ഇല്ല. അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ 2 ഉണ്ട്, 2 ഉണ്ട്. അങ്ങനെ HCF എന്ന് പറയുന്നത് 2 × 2 4 ആണ്. അങ്ങനെ ഏറ്റവും കൂടിയ നീളം, സാധ്യമായ ഏറ്റവും കൂടിയ നീളം എന്ന് പറയുന്നത് 4 ആയിരിക്കും. 4 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3/6, 3/18, 18/27 ഇവയുടെ ലസാഗു കാണുക. 3/6, 3/18, 18/27 ഇവയുടെ ലസാഗു കാണുക. ഭിന്നസംഖ്യകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഭിന്നസംഖ്യകളുടെ ലസാഗു കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ്റെ ലസാഗു കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ പഠിക്കണം. ആ ഇക്വേഷൻ ഇതാണ്. ഭിന്നസംഖ്യകളുടെ ലസാഗു ഈക്വൽസ് അംശങ്ങളുടെ ലസാഗു. അംശങ്ങളെന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൻ്റെ ലസാഗു കാണാം ബൈ ഛേദങ്ങളുടെ ഉസാഗ. ക്വസ്റ്റ്യനിൽ എന്താണോ അതായിരിക്കും ആദ്യം ഉണ്ടാവുക. ഇവിടെ ലസാഗു കാണാനല്ലേ, അതുകൊണ്ട് ആദ്യം ലസാഗു എഴുതാം, രണ്ടാമത്തേത് ഉസാഗ എഴുതാം. ഓക്കെ, ഭിന്നസംഖ്യകളുടെ ലസാഗു ഈക്വൽസ് അംശങ്ങളുടെ ലസാഗു, അതായത് ഡിനോമിനേറ്ററിൻ്റെ ലസാഗു ബൈ ഛേദങ്ങളുടെ ഉസാഗ, ന്യൂമറേറ്ററിൻ്റെ ഉസാഗ. ഇനി വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, അത് ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചോളൂ, ഈസിയാണ്. ഭിന്നസംഖ്യകളുടെ ലസാഗു അല്ലേ നമ്മൾ പഠിച്ചത്, ഇനി ഇതിന് പകരം ഇവിടെ ഉസാഗ. ഭിന്നസംഖ്യകളുടെ ഉസാഗ ഈക്വൽസ് അംശങ്ങളുടെ, ഇവിടെ ഉസാഗയാണല്ലോ, അതുകൊണ്ട് ഇവിടെ ആദ്യം വരേണ്ടത് ഉസാഗയായിരിക്കും. അംശങ്ങളുടെ ഉസാഗ ബൈ ഛേദങ്ങളുടെ എന്തായിരിക്കും? ലസാഗു ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ്. എന്താണോ കണ്ടെത്തേണ്ടത് അതായിരിക്കും ആദ്യം. ഇവിടെ ഉസാഗയാണ് കണ്ടെത്തേണ്ടത്, അതുകൊണ്ട് ആദ്യം ഉസാഗ എഴുതി, രണ്ടാമത് ലസാഗു എഴുതണം. ക്ലിയർ ആയിട്ട് ഞാൻ ഒന്നുകൂടെ എഴുതി തരാം. ഭിന്നസംഖ്യകളുടെ ലസാഗു ഈക്വൽസ് അംശങ്ങളുടെ ലസാഗു ബൈ ഛേദങ്ങളുടെ ഉസാഗ. ഓക്കെ, ഇനി അടുത്തത് ഭിന്നസംഖ്യകളുടെ ഉസാഗ കാണാൻ. ഭിന്നസംഖ്യകളുടെ ഉസാഗ എന്ന് പറയുന്നത് അംശങ്ങളുടെ ഉസാഗ ബൈ ഛേദങ്ങളുടെ ലസാഗു. മനസ്സിലായോ? ഇവിടെ ലസാഗു കാണാനാണ്, അതുകൊണ്ട് ആദ്യം ലസാഗു എഴുതി പിന്നെ ഉസാഗ എഴുതി. ഇവിടെ ഉസാഗ കാണാനാണ്, അതുകൊണ്ട് ആദ്യം ഉസാഗ വന്നു പിന്നെ ലസാഗു വന്നു. അംശങ്ങൾ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ, ഛേദങ്ങൾ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ. ഒരു എക്സാമ്പിൾ പറയാം. 10/5. 10/5 ഏതാണ് ഡിനോമിനേറ്റർ? 10 ആണ് ഡിനോമിനേറ്റർ, 5 ആണ് ന്യൂമറേറ്റർ. 10 ആണ് അംശങ്ങൾ, 5 ആണ് ഛേദം. ഓക്കെ, 10 അംശം, 5 ഛേദം, അതായത് 10 ഡിനോമിനേറ്റർ, 5 ന്യൂമറേറ്റർ.
അങ്ങനെ നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചു. ഭിന്നസംഖ്യകളുടെ ലസാഗു അംശങ്ങളുടെ ലസാഗു ബൈ ഛേദങ്ങളുടെ ഉസാഗ, ഭിന്നസംഖ്യകളുടെ ഉസാഗ അംശങ്ങളുടെ ഉസാഗ ബൈ ഛേദങ്ങളുടെ ലസാഗു. ഇനി നമുക്ക് ആൻസറിലോട്ടേക്ക് കടക്കാം. ഇവിടെ ലസാഗു കാണാനാണല്ലോ. അപ്പം ലസാഗു കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അംശങ്ങളുടെ ലസാഗു കാണണം ബൈ ഛേദങ്ങളുടെ ഉസാഗയും കാണണം അല്ലേ? അതെ. ഇവിടെ അംശങ്ങൾ എന്ന് പറയുന്നത് 3/6, 3/18, 3/18/27 ആണല്ലോ ക്വസ്റ്റ്യൻ. ഇവിടെ അംശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? 3ഉം 3ഉം 18 ആണ് അംശങ്ങൾ. 3ഉം 3ഉം 18 ആണ് അംശങ്ങൾ. അതിൻ്റെ ലസാഗു കാണണം. ഇനി ഛേദങ്ങൾ എന്ന് പറയുന്നത് 6, 18, 27 ആണ്. 6, 18, 27 ആണ് ഛേദങ്ങൾ. അതിൻ്റെ ഉസാഗയും കാണണം. എന്നിട്ട് അത് തമ്മിൽ ഡിവൈഡ് ചെയ്യണം. ആദ്യം നമുക്ക് 3, 3, 18ൻ്റെ ലസാഗു കണ്ടെത്താം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഉസാഗ കണ്ടെത്താം. 3, 3, 18ൻ്റെ ലസാഗു കാണണം അല്ലേ? 3 എഴുതി, 18 എഴുതി. ഇതിൽ പോകുന്നത് 3 തന്നെ ആയിരിക്കും അല്ലേ? 1 ഇവിടെ 6 വരും. ഇനി നമുക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ലസാഗു ഈക്വൽസ് 3 × 1 × 1 × 6 എന്ത് വരും? 18 വരും. അങ്ങനെ നമ്മൾ ലസാഗു കണ്ടെത്തി കഴിഞ്ഞു, 18. ഇനി ഛേദങ്ങളുടെ ഉസാഗ കണ്ടെത്തണം അല്ലേ? ഛേദങ്ങൾ ഏതൊക്കെയാണ്? 6, 18, 27ൻ്റെ ഉസാഗ കണ്ടെത്തണം അല്ലേ? 6, 18, 27 എഴുതാം. ഓക്കെ, 3 കൊണ്ട് പോവും. ഇവിടെ 2 വരും, ഇവിടെ 9 വരും, ഇവിടെ 9 വരും അല്ലേ? ബാക്കി പോവോ? ഇല്ല. കാരണം 2, 9, 9 ഈ 3 സംഖ്യകളെയും കൊണ്ട് ഹരിക്കാൻ പറ്റിയ സംഖ്യ ഇല്ല. അതുകൊണ്ട് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ നോക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ 3 മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കണ്ടെത്തി 6, 18, 27ൻ്റെ ഉസാഗ എന്ന് പറയുന്നത് 3 ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇപ്പോൾ ലസാഗു അംശങ്ങളുടെ ലസാഗു കണ്ടെത്തി, ഛേദങ്ങളുടെ ഉസാഗയും കണ്ടെത്തി. അങ്ങനെ ലസാഗു 18 ആണ് കിട്ടിയത്. 18 ഉസാഗ കിട്ടിയത് 3 ആണ്. 18/3 6. അങ്ങനെ ഇതിൻ്റെ ആൻസർ കിട്ടി. 6 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. അങ്ങനെ 3/6, 3/18, 18/27 ഇവയുടെ ലസാഗു എന്ന് പറയുന്നത് 6 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8/10, 2/8, 4/16 ഇവയുടെ ഉസാഗ എത്ര? 8/10, 2/8, 4/16 ഇവയുടെ ഉസാഗ എത്ര? ഉസാഗ കാണാനുള്ള ഇക്വേഷൻ അറിയാം. അതും ഭിന്നസംഖ്യകളുടെ ഉസാഗ കാണാനുള്ള ഇക്വേഷനാണ്. എന്താണ്? ഭിന്നസംഖ്യകളുടെ ഉസാഗ ഈക്വൽസ് അംശങ്ങളുടെ ഉസാഗ ബൈ ഛേദങ്ങളുടെ ലസാഗു. എന്താണ്? ഭിന്നസംഖ്യകളുടെ ഉസാഗ ഈക്വൽസ് അംശങ്ങളുടെ ഉസാഗ ബൈ ഛേദങ്ങളുടെ ലസാഗു. ഇവിടെ അംശങ്ങൾ എന്ന് പറയുന്നത് 8, 2, 4 ആണ് അല്ലേ? അപ്പം അംശങ്ങൾ 8, 4, 2 വരും. ഛേദങ്ങൾ എന്ന് പറയുന്നത് 10, 8, 16 ആണ് അല്ലേ? നമുക്ക് ആദ്യം അംശങ്ങളുടെ ഉസാഗ കണ്ടെത്താം. 3, 3, 18ൻ്റെ ലസാഗു കാണണം അല്ലേ? 3 എഴുതി, 18 എഴുതി. ഇതിൽ പോകുന്നത് 3 തന്നെ ആയിരിക്കും അല്ലേ? 1 ഇവിടെ 6 വരും. ഇനി നമുക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ലസാഗു ഈക്വൽസ് 3 × 1 × 1 × 6
എന്ത് വരും? 18 വരും. അങ്ങനെ നമ്മൾ ലസാഗു കണ്ടെത്തി കഴിഞ്ഞു. 18 നോക്കാം. 10, 8, 16 ആണ്. 2 കൊണ്ട് ചെയ്യാം. 5 ഇവിടെ 4 വരും, ഇവിടെ 8 വരും. ബാക്കി എങ്ങനെ ചെയ്യാം? 5ലും 4ലും 8ലും കൊണ്ട് പോകുന്ന നമ്പർ ഏതാണ്? നമുക്ക് 2 എടുക്കാം. 5ൽ പോവില്ല, 5 അങ്ങനെ തന്നെ വെക്കാം. പിന്നെ ഇവിടെ 2 വരും. 8 / 2 4 വരും അല്ലേ? ഇനിയും നമുക്ക് 2 കൊണ്ട് ചെയ്യാം. ഇവിടെ 5 വരും, ഇവിടെ 1 വരും, ഇവിടെ 4 / 2 വരും. അവിടെ വെച്ച് നമുക്ക് നിർത്താം. ലസാഗു എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 × 2 × 5 × 2 ആണ്. 2 × 2 4, 4 × 2 8, 8 × 5 40, 40 × 2 80 അല്ലേ? അങ്ങനെ നമ്മൾ ലസാഗു കണ്ടെത്തി. 80 ആണ്. അങ്ങനെ നമ്മൾ 824ൻ്റെ ഉസാഗ കണ്ടെത്തി 2. പിന്നെ 10, 8, 16ൻ്റെ ലസാഗുവും കണ്ടെത്തി 18. ഇനി നമുക്ക് ജസ്റ്റ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടു. ഓക്കെ, ഉസാഗ ഈക്വൽസ് 2/80. സോറി, ഇവിടെ 18 അല്ല 80 ആണ് കേട്ടോ. 2/80. അപ്പോൾ 1/40. അങ്ങനെ ഉസാഗ കിട്ടി 1/40. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 സംഖ്യകൾ 2:3:5 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ ഉസാഗ 12 ആയാൽ സംഖ്യകൾ ഏതെല്ലാം? 3 സംഖ്യകൾ 2:3:5 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ ഉസാഗ 12 ആയാൽ സംഖ്യകൾ ഏതെല്ലാം? എങ്ങനെ ചെയ്യാം? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അംശബന്ധത്തെ ഉസാഗ കൊണ്ട് ഗുണിച്ചാൽ സംഖ്യകൾ കിട്ടും. അംശബന്ധത്തെ ഉസാഗ കൊണ്ട് ഗുണിച്ചാൽ സംഖ്യകൾ കിട്ടും. ഇവിടെ അംശബന്ധമുണ്ട്, ഉസാഗയുമുണ്ട്. ജസ്റ്റ് ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സംഖ്യകൾ കിട്ടും. നമുക്ക് നോക്കാം. അംശബന്ധം 2:3:5 ആണ് തന്നത്. ഉസാഗ എന്താണ് തന്നത്? 12 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. സംഖ്യകൾ എന്ന് പറയുന്നത്, സംഖ്യകൾ ആദ്യം 2 × 12 ചെയ്യാം. 2 × 12 24. അങ്ങനെ ഒരു സംഖ്യ കിട്ടി 24. അടുത്തത് 3 × 12 3 × 12 36. അടുത്ത നമ്പറും കിട്ടി. അടുത്തത് 5 × 12 എത്രയാണ്? 60 ആണ് അല്ലേ? അങ്ങനെ 60. അങ്ങനെ സംഖ്യകൾ കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണ്? 24, 36, 60. ഓക്കെ, ഈസിയാണ് സംഖ്യകൾ കാണാൻ. അംശബന്ധത്തെ ഉസാഗ കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതേപോലെ തന്നെ വേറൊരു ടൈപ്പ് നമ്മൾ നേരത്തെ പഠിച്ചു. സംഖ്യകളുടെ ഗുണനഫലം കാണാൻ ലസാഗുവിനെ ഉസാഗ കൊണ്ട് ഗുണിച്ചാൽ മതി. ആ ഇക്വേഷന് നിങ്ങൾ ഓർത്ത് വെക്കണം. സംഖ്യകളുടെ ഗുണനഫലം ഈക്വൽസ് ലസാഗു ഇൻറ്റു ഉസാഗ. ഇവിടെയാണെങ്കിലോ സംഖ്യകൾ കാണാൻ ഉസാഗ ഇൻറ്റു അംശബന്ധം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1/3, 5/6, 2/9, 4/27 ഇവയുടെ ലസാഗു കണക്കാക്കുക. 1/3, 5/6, 2/9, 4/27 ഇവയുടെ ലസാഗു കണക്കാക്കുക. ലസാഗു കണക്കാക്കാനുള്ള ഇക്വേഷൻ അറിയാം. അംശങ്ങളുടെ ലസാഗു ബൈ ഛേദങ്ങളുടെ ഉസാഗ. കാരണം നമുക്ക് ലസാഗു ആണ് കാണേണ്ടത്. അതുകൊണ്ട് അംശങ്ങളുടെ ലസാഗു ബൈ ഛേദങ്ങളുടെ ഉസാഗ അല്ലേ? ഇവിടെ അംശങ്ങൾ ഏതൊക്കെയാണ്? അംശങ്ങൾ 1, 5, 2, 4ൻ്റെ ലസാഗു അല്ലേ? അടുത്തതോ ഛേദങ്ങൾ ഏതൊക്കെയാണ്? 3, 6, 9, 27ൻ്റെ ഉസാഗയും കാണണം. 1,
5 2 4ൻ്റെ ലസാഗു നമുക്ക് കാണാം. 1 5 2 4 എഴുതാം. ഓക്കെ, നമുക്ക് 2 എടുക്കാം. 1ൽ 2 പോവില്ല, 1 അങ്ങനെ വെക്കുക. 5 അങ്ങനെ തന്നെ വെക്കുക. 2 ഡിവൈഡഡ് ബൈ 2 1 വരും. 4 ഡിവൈഡഡ് ബൈ 2 2 വരും. ഓക്കെ, ജസ്റ്റ് അങ്ങനെ ഒന്ന് വെക്കുക. പിന്നെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 1 ഇൻറ്റു 5 ഇൻറ്റു 1 ഇൻറ്റു 2. ആൻസർ എത്രയാണ്? 2 ഇൻറ്റു 5 10 കിട്ടും. 10 ഇൻറ്റു 2 20. അങ്ങനെ ലസാഗു കിട്ടി 20 ആണ്. ഇനി ഉസാഗ കാണണം അല്ലേ? 3 6 9 27ൻ്റെ ഉസാഗയാണ് കാണേണ്ടത്. നമുക്ക് 3 എടുക്കാം. 3 ഡിവൈഡഡ് ബൈ 3 1, 6 ഡിവൈഡഡ് ബൈ 3 2, 9 ഡിവൈഡഡ് ബൈ 3 3 വരും. ഇവിടെ 9 വരും. അടുത്ത് നോക്കാം. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 9 ഉണ്ട്. ഈ 4 സംഖ്യകളെ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. അതുകൊണ്ട് അവിടെ വെച്ച് നിർത്താം. അങ്ങനെ ഉസാഗ നമുക്ക് കിട്ടി. എത്രയാ? 3 എന്ന് കിട്ടി അല്ലേ? ഉസാഗ ഇവിടെ 3 വരുന്നത്. അങ്ങനെ നമ്മൾ അംശങ്ങളുടെ ലസാഗു കണ്ടെത്തി, ഛേദങ്ങളുടെ ഉസാഗ കണ്ടെത്തി. അംശങ്ങളുടെ ലസാഗു എന്താണ് കിട്ടിയത്? അംശങ്ങളുടെ ലസാഗു 20 ആണ് കിട്ടിയത്. ഛേദങ്ങളുടെ ഉസാഗ എത്രയാണ് കിട്ടിയത്? 3 ആണ് അല്ലേ? ഛേദങ്ങളുടെ ഉസാഗ 3 ആണ് കിട്ടിയത്. അതുകൊണ്ട് ഇവിടെ ലസാഗു എന്ന് പറയുന്നത് 20/3 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2/3, 8/9, 64/81, 10/27 ഇവയുടെ ഉസാഗ കാണുക. ഭിന്നസംഖ്യകളുടെ ഉസാഗ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ഭിന്നസംഖ്യകളുടെ ഉസാഗ ഈക്വൽസ് അംശങ്ങളുടെ ഉസാഗ ബൈ ഛേദങ്ങളുടെ ലസാഗു അല്ലേ? ഇവിടെ അംശങ്ങൾ എന്ന് പറയുന്നത് 2, അടുത്തത് 8, 64, അടുത്തത് 10 ആണ്. ഈ നമ്പേഴ്സിൻ്റെ ഉസാഗയാണ് കാണേണ്ടത്. ഛേദങ്ങൾ എന്ന് പറയുന്നത് 3, 9, 81, 27 ഇവയുടെ ലസാഗുവും കാണണം. നമുക്ക് ആദ്യം 2, 8, 64, 10 ഇവയുടെ ഉസാഗ കാണാം. ഓക്കെ, ഉസാഗ കാണാം. 2 കൊണ്ടെടുക്കാം അല്ലേ? 2 ഡിവൈഡഡ് ബൈ 2 1 ആണ്. 8 ഡിവൈഡഡ് ബൈ 2 4 ആണ്. 64 ഡിവൈഡഡ് ബൈ 2 32 ആണ് അല്ലേ? അടുത്തത് 10 ഡിവൈഡഡ് ബൈ 2 5 ആണ്. ഇനി അടുത്തത് ഈ 4 നമ്പേഴ്സ് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ വേണം. അങ്ങനെ ഒരു നമ്പർ ഇല്ല അല്ലേ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്താം. ഉസാഗ എത്ര കിട്ടി? 2 എന്ന് കിട്ടി അല്ലേ? അടുത്തത് 3, 9, 81, 27ൻ്റെ ലസാഗു കാണണം അല്ലേ? 3, 9, 81, 27ൻ്റെ ലസാഗു കാണണം. 3, 9, 81, 27 എഴുതാം. 3 കൊണ്ട് പോവും. അപ്പോൾ ഇവിടെ 1, 3, 27, 9 വരും. ഇനി നമുക്ക് 3 കൊണ്ട് തന്നെ ചെയ്യാം. ഇവിടെ 1 വരും. 1, 9, 3 വരും. ഇനി 3 കൊണ്ട് ചെയ്യാം. 1, 1 ഇവിടെ 3, 1 അല്ലേ? അപ്പോൾ ലസാഗു എന്ന് പറയുന്നത് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 3
3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 27, 27 ഇൻറ്റു 3 81. അങ്ങനെ നമ്മൾ ലസാഗു കണ്ടെത്തി. 81 ആണ് ലസാഗു. അങ്ങനെ 2, 8, 64. 10ൻ്റെ ഉസാഗ നമ്മൾ ഓൾറെഡി കണ്ടെത്തി 2 ആണ്. ഇപ്പോഴാണെങ്കിലോ 3, 9, 81, 27ൻ്റെ ലസാഗുവും കണ്ടെത്തി അല്ലേ. എത്രയാണ് കിട്ടിയത്? 81 ആണ്. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/81 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 സംഖ്യകൾ 3:4 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ ഉസാഗ 4 ആയാൽ ലസാഗു കാണുക. 2 സംഖ്യകൾ 3:4 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ ഉസാഗ 4 ആയാൽ ലസാഗു കാണുക. ആദ്യം നമുക്ക് ആ സംഖ്യകൾ ഏതാണെന്ന് കണ്ടെത്താം. നമുക്ക് ആദ്യം ആ സംഖ്യകൾ ഏതാണെന്ന് കണ്ടെത്താം. സംഖ്യകൾ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അംശബന്ധത്തെ ഉസാഗ കൊണ്ട് ഗുണിച്ചാൽ സംഖ്യകൾ കിട്ടും. ഇവിടെ അംശബന്ധം തന്നിട്ടുണ്ട്, ഉസാഗയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് സംഖ്യകൾ കിട്ടാൻ ഒരു കുഴപ്പമില്ല അല്ലേ. അപ്പോൾ സംഖ്യകൾ എന്ന് പറയുന്നത് 3 ഇൻറ്റു 4, പിന്നെയോ 4 ഇൻറ്റു 4, അതായത് 12, 16. അങ്ങനെ നമ്മൾ സംഖ്യകൾ കണ്ടെത്തി. സംഖ്യകൾ 12ഉം 16ഉം ആയിരിക്കും. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ലസാഗു ആണ് അല്ലേ. അപ്പോൾ ലസാഗു, സംഖ്യകൾ, ഉസാഗ ഇവ തമ്മിലുള്ള ഒരു ഇക്വേഷൻ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? സംഖ്യകളുടെ ഗുണനഫലമാണ് പഠിച്ചത് അല്ലേ. സംഖ്യകളുടെ ഗുണനഫലം ഈക്വൽസ് ലസാഗു ഇൻറ്റു ഉസാഗ എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംഖ്യകളുടെ ഗുണനഫലം എങ്ങനെയാണ് കാണുക? സംഖ്യകൾ നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. 12ഉം 16ആണ്. അപ്പോൾ 12 ഇൻറ്റു 16 ഈക്വൽസ് ലസാഗു അറിയില്ല, അതാണ് കാണേണ്ടത്. ലസാഗു ഇൻറ്റു ഉസാഗ അറിയാം 4 അല്ലേ. അപ്പോൾ 12 ഇൻറ്റു 16 ആദ്യം കണ്ടെത്തണം. ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. 12 ഇൻറ്റു 16 ലസാഗു ഇൻറ്റു 4. അപ്പോൾ 12 ഇൻറ്റു 16 നമുക്ക് നോക്കാം. 12 ഇൻറ്റു 16, 2 ഇൻറ്റു 6 12, ഇവിടെ 1 ഇൻറ്റു 6 6, 6 + 1 7, 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു 1 1, അപ്പോൾ 2 9, 192 കിട്ടും അല്ലേ. കറക്റ്റാണ്, 192 കിട്ടും. അങ്ങനെ 192 ഈക്വൽസ് ലസാഗു ഇൻറ്റു 4 കിട്ടി. അപ്പോൾ ലസാഗു എന്ന് പറയുന്നത് എന്തായിരിക്കും? 192 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് ചെയ്ത് നോക്കണം. 192 ഡിവൈഡഡ് ബൈ 4, ഇവിടെ 4 വരും അല്ലേ. 4 ഇൻറ്റു 4 16 ആണ്. അപ്പോൾ മൈനസ് ചെയ്താൽ 3 കിട്ടും, 2 കിട്ടും. അപ്പോൾ ഇവിടെ 8 കിട്ടും. 8 ഇൻറ്റു 4 ആണ് 32 അല്ലേ. അപ്പോൾ 0. അങ്ങനെ 48 കിട്ടി. അങ്ങനെ നമ്മൾ ലസാഗു കണ്ടെത്തി 48. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ 5 അഖണ്ഡസംഖ്യകളുടെ ലസാഗു എന്ത്? ആദ്യത്തെ 5 അഖണ്ഡസംഖ്യകളുടെ ലസാഗു എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്താ ഈ അഖണ്ഡസംഖ്യ എന്ന് ചിലരുടെയെങ്കിലും മനസ്സിൽ ഇപ്പോൾ കത്തിയിട്ടുണ്ടാവും അല്ലേ. അഖണ്ഡസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 അങ്ങനെ തുടങ്ങുന്ന സംഖ്യകളാണ്. 0 തൊട്ട് തുടങ്ങുന്ന സംഖ്യകളാണ് അഖണ്ഡസംഖ്യകൾ. അഖണ്ഡസംഖ്യകളുടെ ഇംഗ്ലീഷ് എന്താണ്? ഹോൾ നമ്പേഴ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അങ്ങനെ അഖണ്ഡസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0ഉം എണ്ണൽ സംഖ്യകളും കൂടി ചേർന്നതാണ് അഖണ്ഡ സംഖ്യകൾ. അങ്ങനെ അഖണ്ഡസംഖ്യകളുടെ ലസാഗു എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്ക് വെറുതെ ഇതൊന്ന് ചെയ്തു നോക്കാം. ആദ്യത്തെ 5 അഖണ്ഡസംഖ്യകൾ എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4 വരും അല്ലേ. മതി. 1, 2, 3, 4, 5 5 സംഖ്യകൾ വന്നു. ഇനി ഇതിൻ്റെ ലസാഗു കണ്ടു നോക്കാം. ചെയ്യാൻ കഴിയുന്നുണ്ടോ?
ഇതിലെല്ലാം കോമൺ ആയിട്ട് എടുക്കാൻ പറ്റിയ സംഖ്യകളൊന്നുമില്ല. നമുക്ക് എന്തെടുക്കാം, ഇങ്ങനെ എടുക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 0 × 1 × 2 × 3 × 4 വരും. അപ്പോൾ ആൻസർ 0 ആണ്. കാരണം 0 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 0 കൊണ്ട് ഏത് നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 0 ആയിരിക്കും. അതുകൊണ്ട് ഇവയുടെ ലെസ്സാകും എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5, 25, 20 ഇവ കൊണ്ട് ഹരിക്കുമ്പോൾ 2 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 5, 25, 20 ഇവ കൊണ്ട് ഹരിക്കുമ്പോൾ 2 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ടത് LCM ആണ് അല്ലേ. അപ്പോൾ LCM കാണണം ആദ്യം, എന്നിട്ട് ശിഷ്ടം 2 വരാനും വേണ്ടിക്ക് എന്ത് ചെയ്യണം, 2 അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് LCM കാണാം. 5, 25, 20 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 5 കൊണ്ട് തന്നെ തുടങ്ങാം. 5 / 5 1, ഇവിടെ 5 വരും, ഇവിടെ 4 വരും. അടുത്തതൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ, വേറെ നമ്പേഴ്സൊന്നുമില്ല. 1, 5, 4 ആണ്. അതുകൊണ്ട് അവിടെ വെച്ച് നിർത്താം. അപ്പോൾ LCM എന്ന് പറയുന്നത് 5 × 5 × 4 വരും. 5 × 5 25 വരും. 25 × 4 എത്ര വരും? 100 വരും. അങ്ങനെ LCM കണ്ടെത്തി, 100 ആണ്. ഇനി LCMൻ്റെ കൂടെ 2 കൂട്ടാനുണ്ട്. അങ്ങനെ 102 കിട്ടും. ഇതിൻ്റെ ആൻസർ 102 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 ബൾബുകൾ യഥാക്രമം 10, 15, 20 മിനിറ്റുകൾ ഇടവിട്ട് തെളിയുന്നു. 3ഉം ഒരുമിച്ച് തെളിഞ്ഞത് 8 മണിക്കാണെങ്കിൽ അവ ഇനി ഒരുമിച്ച് തെളിയുന്നത് എത്ര മണിക്കായിരിക്കും? 3 ബൾബുകൾ യഥാക്രമം 10, 15, 20 മിനിറ്റുകൾ ഇടവിട്ട് തെളിയുന്നു. 3ഉം ഒരുമിച്ച് തെളിഞ്ഞത് 8 മണിക്കാണെങ്കിൽ അവ ഇനി ഒരുമിച്ച് തെളിയുന്നത് എത്ര മണിക്കായിരിക്കും? ഒരുമിച്ച് കത്തുക, ഒരുമിച്ച് തെളിയുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ LCM ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ 10, 15, 20 ഇവയുടെ LCM കാണേണ്ടതുണ്ട്. ഓക്കെ, 10, 15, 20 5 എടുക്കാം. അപ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 3 വരും, ഇവിടെ 4 വരും. ഇനി നമുക്ക് 2 എടുക്കാം. ഇവിടെ 1 വരും, 3 അങ്ങനെ തന്നെ വെക്കുക. 4 / 2 2 വരും. ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ LCM എന്ന് പറയുന്നത് 5 × 2 × 1 × 3 × 2 വരും. 5 × 2 10 ആണ്. 10 × 3 30, 30 × 2 60. അങ്ങനെ 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 അവർ കിട്ടി അല്ലേ. LCM എന്ന് പറയുന്നത് 60 മിനിറ്റ് 1 അവർ എന്ന് കിട്ടി. അപ്പോൾ 8 മണിക്കാണ് തെളിഞ്ഞത് അല്ലേ. അപ്പോൾ അടുത്ത തെളിയുന്നത് എന്ന് പറയുന്നത് ഈ 8 മണിയുടെ കൂടെ ഈ 1 മണിക്കൂറും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 9 മണി എന്ന് കിട്ടും. അപ്പോൾ ഇനി ഒരുമിച്ച് തെളിയുന്നത് 9 മണിക്കായിരിക്കും. Find the LCM and HCF of 2^2 × 3^1 × 2^3 × 3^2. നമുക്ക് LCMഉം കാണണം, HCFഉം കാണണം അല്ലേ. ആദ്യം ഞാൻ ഇതൊന്ന് എടുത്ത് എഴുതാം, അതാണ് നല്ലത്. 2^2 × 3^1, അടുത്തത് 2^3 × 3^2 ആണ്. അപ്പോൾ LCM എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഹാവിങ് ഹയസ്റ്റ് പവർ. ഹയസ്റ്റ് പവറുള്ള ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും LCM എന്ന് പറയുന്നത്. ഇവിടെ 2ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 2^2 ആണ്, 2^3 ആണ്. ഏതാണ് ഹയസ്റ്റ് പവർ ഉള്ളത്? 2^3 ആണല്ലോ, അത് അവിടെ എഴുതാം. ഇനി 3ൻ്റെ കേസ് നോക്കാം. ഇവിടെ 3^1 ഉള്ളൂ, ഇവിടെ 3^2 ഉണ്ട്. അപ്പോൾ ഹയസ്റ്റ് പവർ 3^2 ആണല്ലോ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താലാണ് LCM കിട്ടുക. അപ്പോൾ LCM എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഹാവിങ് ഹയസ്റ്റ് പവർ. ഹയസ്റ്റ് പവറുള്ള പ്രൈം ഫാക്ടേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, അതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും LCM എന്ന് പറയുന്നത്. 2^3 എന്ന് പറയുന്നത് 2 × 2 4, 4 × 2 8 ആണ് അല്ലേ. ഇൻറ്റു 3^2
എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 8 ഇൻറ്റു 9 72. അങ്ങനെ LCM നമ്മൾ കണ്ടെത്തി 72. ഇനി നമുക്ക് HCF കാണാം. HCF എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് കോമൺ പ്രൈം ഫാക്ടേഴ്സ് ഹാവിങ് ലീസ്റ്റ് പവർ. ലീസ്റ്റ് പവറുള്ള പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് HCF എന്ന് പറയുന്നത്. ഇവിടെ 2/2 ആണ്, 2/3 ആണ്. ലീസ്റ്റ് പവർ 2/2 ആണല്ലോ, അതെടുക്കാം. അടുത്തത് 3/1, 3/2. ഇതിൽ ലീസ്റ്റ് പവർ 3/1 ആണ്, അതെടുക്കാം. അപ്പോൾ 2 ഇൻറ്റു 2 4 ആണ്, 4 ഇൻറ്റു 3 12. അങ്ങനെ HCF കിട്ടി 12. അങ്ങനെ LCMും കണ്ടെത്തി, HCF നമ്മൾ കണ്ടെത്തി അല്ലേ. ഇത് ഓർക്കേണ്ടത് ഇത്രമാത്രം. LCM ആണ് കാണേണ്ടതെങ്കിൽ ഹയസ്റ്റ് പവറുള്ള പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കാം. HCF ആണെങ്കിൽ ലീസ്റ്റ് പവറുള്ള കോമൺ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ചെയ്യാം. ഓക്കെ, നേരെ ഓപ്പോസിറ്റ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പേരും, പക്ഷെ നോക്കുന്നത് എന്താ, ലീസ്റ്റ് പവറും അല്ലേ. അങ്ങനെ ഓർത്താൽ മതി. ഹയ്യസ്റ്റ് എന്ന് പേര്, പക്ഷെ നോക്കുന്നത് ലീസ്റ്റ് പവറിലേക്ക്. അതുപോലെ തന്നെ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലീസ്റ്റ് എന്ന പേരും പക്ഷെ നോക്കുന്നത് ഹയ്യസ്റ്റിലേക്കും. നേരെ ഓപ്പോസിറ്റ് പവറിലേക്ക്. അങ്ങനെ നമ്മൾ HCF എന്ന ഭാഗം മുഴുവനായും കവർ ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ LCM പഠിച്ചു, ഈ ക്ലാസ്സിൽ HCFും പഠിച്ചു. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോഴാണ് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.